ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ റാഷണൽ നമ്പേഴ്സിന്റെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയിൽ നമ്മൾ ഹോൾ നമ്പേഴ്സ് ചെയ്തു, ഇൻഡിജേഴ്സ് നോക്കി. ഇനി നമ്മൾ എഴുതിയില്ലല്ലേ, റാഷണൽ നമ്പേഴ്സ് നോക്കാൻ പോവാണ്. ചാപ്റ്റർ റാഷണൽ നമ്പേഴ്സ് ആണ്. റാഷണൽ നമ്പേഴ്സിന്റെ അവർ അസോസിയേറ്റീവ് ആണോ? അപ്പൊ ആദ്യം നോക്കുന്നത് അഡീഷൻ സബ്ട്രാക്ഷൻ ആണ്. ബാക്കി എല്ലാത്തിൻ്റെയും നമ്മൾ അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ എല്ലാം നോക്കിയായിരുന്നു. അപ്പൊ ആദ്യം നമ്മൾ അഡീഷൻ നോക്കാൻ പോവാണ്. -2/3 + 3/5 + -5/6. ആദ്യം നമ്മൾ എന്തായിരുന്നു അസോസിയേറ്റീവ് പ്രോപ്പർട്ടി? A + B + C. അതായത് സെക്കൻഡും തേർഡും കൂടെ ഒരുമിച്ച് ആഡ് ചെയ്തിട്ട് ഫസ്റ്റിനോട് ആഡ് ചെയ്താലും ഫസ്റ്റും സെക്കൻഡും ആദ്യം ആഡ് ചെയ്തതിനു ശേഷം തേർഡ് വണ്ണോട് ആഡ് ചെയ്താലും ആൻസർ സെയിം ആണെന്നാണ്. എപ്പോഴും അല്ല, ആണെങ്കിൽ അവർ അസോസിയേറ്റീവ് ആണ്. അപ്പൊ ആദ്യം നമ്മൾ അഡീഷൻ ആണോ എന്ന് നോക്കാൻ പോവാണ്. അപ്പൊ ആദ്യം എപ്പോഴും പറയുന്ന പോലെ ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യാം. അപ്പൊ -2/3 ആദ്യം എഴുതി പ്ലസ് ഇനി ഇവിടെ നോക്കിയാൽ ഇവരെ ചെയ്യാൻ പോവാണ്. ഡിനോമിനേറ്റർ സെയിം ആണോ മക്കളെ? അല്ല, ഡിനോമിനേറ്റർ സെയിം അല്ലാത്തത് കൊണ്ട് നമ്മൾ എന്തെങ്കിലും ആക്കണം, ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഓക്കെ, നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? ഇങ്ങനെ ക്ലോസ് ചെയ്യും, ഇവർ തമ്മിൽ ഇങ്ങനെ ചെയ്യും. അത് നമ്മൾ ഒരു മെത്തേഡ് പഠിച്ചു. ഓക്കെ, ചെറിയ സംഖ്യകളാണെങ്കിൽ ഇപ്പൊ ഇതുപോലെ 6ഉം 5ഉം ഒക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതായത് നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്താൽ. പക്ഷെ നമ്മൾ വലിയ ഡിനോമിനേറ്റേഴ്സ് ഒക്കെ ഇവിടെ 20, 30 ഒക്കെ ആണെങ്കിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര പാടായിപ്പോയി, ഭയങ്കര വലിയ സംഖ്യകളാകും. പിന്നെ അത് ചെറുതായിക്കൊണ്ട് വരാൻ പാടാണ്. അതിനു വേണ്ടി നമ്മൾ വേറൊരു മെത്തേഡുണ്ട്. നിങ്ങൾ പഠിച്ച LCM എടുക്കും. 5ന്റെയും 6ന്റെയും LCM. എങ്ങനെയാ 5ന്റെയും 6ന്റെയും LCM? നമുക്ക് 5നും 6നും കോമൺ ആയിട്ടുണ്ടോ? എന്തെങ്കിലും കോമൺ ഫാക്ടേഴ്സ് ഉണ്ടോ? ഇവരെ കോമൺ വെച്ചായിരിക്കും നമ്മൾ ഇവരെ ഡിവൈഡ് ചെയ്ത് നോക്കും. ഇവർക്ക് കോമൺ ഇല്ല. 5ന്റെ ടേബിളിൽ 6 ഇല്ല, 6ന്റെ ടേബിളിൽ 5 ഇല്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ 5ഉം 6ഉം കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എത്ര കിട്ടും മക്കളെ? 30 കിട്ടി. അപ്പൊ നമ്മുടെ പുതിയ ഡിനോമിനേറ്റർ ആണ് 30. മനസ്സിലായോ? മൾട്ടിപ്പിൾസ് അല്ലാത്തതുകൊണ്ട്. മൾട്ടിപ്പിൾസ് ആയിട്ടുള്ളത് നമ്മൾ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അറിയാം, അത് മനസ്സിലാവും കേട്ടോ. മൾട്ടിപ്പിൾസ് അല്ലാത്തത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇവരുടെ ഡിനോമിനേറ്റർ 5 ഒന്നും ഇവിടെ 6 ഒന്നും കിടക്കുന്നത്, അതിനെ നമ്മൾ മാറ്റാൻ പോകും. ആരാക്കണം? 30 ആക്കണം. അപ്പം നോക്കേണ്ടത് എങ്ങനെയാണ്? 5നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 30 കിട്ടും? എത്ര കൊണ്ടാ? 5നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30 കിട്ടും. അപ്പൊ ആ 6 കൊണ്ട് അതിന്റെ ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 6 × 3 18. മനസ്സിലായോ? 5നെ എത്ര കൊണ്ട് ചെയ്താൽ നമ്മുടെ പുതിയ ഡിനോമിനേറ്റർ കിട്ടും? അതിനെ, അപ്പൊ 6 കിട്ടി, അതിനെ ഇവരുടെ 5ന്റെ ന്യൂമറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സൈൻ ഇട്ടു പ്ലസ്. ഇവിടെ 6 ആണ്. 6നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ്? 5 കൊണ്ട്. അതിനെ ഇവരുടെ ന്യൂമറേറ്റർ കൊണ്ട് 5 × 5 25. വെറും 25 -25 ഇസ് ഈക്വൽ ടു -2/3 പ്ലസ്. ഇനി ഇവിടെ ചെയ്തേ, പ്ലസും മൈനസും വന്നു. പ്ലസും മൈനസും വന്നാൽ പ്ലസും മൈനസ് ആഡ് ചെയ്യുമ്പോൾ സബ്ട്രാക്ട് ചെയ്യും വലുതിന്റെ സൈൻ. -7/30 എന്ന് കിട്ടി. ഇത് അല്ലേ? 2 10 20 -7/30 കണ്ടോ? ഇവിടെ ഇനിയും ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഇനി ആഡ് ചെയ്യണം. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ നമ്മളിപ്പോൾ LCM കാണാൻ പഠിക്കുക കേട്ടോ. LCM എടുത്താൽ ചെയ്യുന്നത്. 3യുടെയും 30യുടെ LCM എടുത്ത് കോമൺ ആയിട്ട് ഫാക്ടർ ഉണ്ട്. ആരാണ്? 3 ആണ്. 3 × 1. ഇനി ആരെങ്കിലും ഉണ്ടോ? 1ന്റെ 10 കോമൺ ഉണ്ടോ? ഇല്ല. ഇനി അടുത്ത ചെയ്യുന്നതന്നെ തീർന്നു. അപ്പൊ ഇവരെ 3 വരെ മൾട്ടിപ്ലൈ ചെയ്യും. 3 × 1 × 10 എത്രയാണ്? 30. അതാണ് നമ്മുടെ പുതിയ ഡിനോമിനേറ്റർ. മനസ്സിലായോ? ഇവരെ രണ്ടുപേരും വിളിച്ച് 30. ഓക്കെ, ഇനി നമ്മൾ പഴയ പോലെ നമ്മുടെ ഇവിടുത്തെ ഡിനോമിനേറ്റർ 3 ആണ്. 3യെ എത്ര കൊണ്ട് ചെയ്താൽ 30 കിട്ടും? 3 × 10 ആണ് 30. ആ 10നെ അവരുടെ ന്യൂമറേറ്റർ കൊണ്ട്, ആരുടെ ന്യൂമറേറ്റർ കൊണ്ട്? 3യുടെ ന്യൂമറേറ്റർ. 10 × 2 20. വെറും 20 അല്ല, -20. കാരണം -2 × 10 ആണ് ചെയ്തത്. പ്ലസും മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ മൈനസ്. ഓക്കെ, അടുത്ത സൈൻ ഇടാം. പ്ലസ്. ഇവിടെ 30. നമുക്ക് കിട്ടേണ്ടതും 30. ചേഞ്ചസ് ഉണ്ടോ? ഇല്ല. ചേഞ്ചസ് ഇല്ലാത്തതുകൊണ്ട് ചുമ്മാ അതുപോലെ എഴുതിയാൽ മതി. ഇനി നിങ്ങൾക്ക് ചേഞ്ചസ് അങ്ങനെ വേണമെങ്കിൽ 30 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 30 കിട്ടും? 30യെ 1 കൊണ്ട്, ആ 1 കൊണ്ട് മേളിൽ മൾട്ടിപ്ലൈ. അപ്പൊ -7 × 1 -7. അല്ലെങ്കിൽ സെയിം ആണെങ്കിൽ ഒന്നും നോക്കണ്ട, സെയിം ആണ്. ന്യൂമറേറ്റർ അതുപോലെ എടുത്തെഴുതി കേട്ടോ മക്കളെ. അപ്പൊ ആൻസർ എത്രയാണ്? 2 മൈനസ് ആഡ് ചെയ്യാൻ വന്നു. ആഡ് ചെയ്തിട്ട് ഇപ്പൊ എത്ര വരും? -27/30. മൈനസ് സൈൻ കൊടുത്തു. ഇവര് രണ്ടും 3യുടെ മൾട്ടിപ്പിൾ ആണ്. ക്യാൻസൽ ചെയ്യുമ്പോൾ പോണേ. 9 × 3 ആണ് 27. 10 × 3 മൈനസ് സൈൻ ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ ആൻസർ എത്ര കിട്ടി? -9/10. എങ്ങനെ ചെയ്തപ്പം
സോറി, അവസാനത്തെ രണ്ടെണ്ണം ഒരുമിച്ച് ആഡ് ചെയ്തു. അപ്പൊ -9/10 കിട്ടിയല്ലോ. അപ്പൊ ഇനി നമ്മൾ തിരിച്ച് ചെയ്യാം. ആദ്യത്തെ രണ്ടെണ്ണം ഒന്ന് ബ്രാക്കറ്റ് ചെയ്യാം. ആദ്യത്തെ രണ്ടെണ്ണത്തിനെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ ചെയ്താലും കിട്ടണമല്ലോ. സെയിം തന്നെ കിട്ടുമോ നോക്കാവേ. ഇവരെ ചെയ്തേ. അപ്പൊ മുമ്പത്തെ പോലെ തന്നെ. അപ്പൊ ഇവരുടെ മുമ്പത്തെ ആൻസർ എന്നായിരുന്നു? അങ്ങനെ എഴുതിയിട്ടേക്കാം. ഇവിടെ എഴുതിയില്ല. -9/10 ആണ് കിട്ടിയത് കേട്ടോ. ഇത് ചെയ്തേ കേട്ടോ. അവരുടെ ഡിനോമിനേറ്റർ സെയിം ആണോ? അല്ല. അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ 3യുടെയും 5ന്റെയും LCM എടുക്കാം. 3ക്കും 5നും കോമൺ ആയിട്ട് ഫാക്ടർ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അവരെ മൾട്ടിപ്ലൈ ചെയ്യും. 3 × 5 15. അപ്പൊ പുതിയ ഡിനോമിനേറ്റർ കിട്ടി 15. 3 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 15 കിട്ടും. എത്ര കൊണ്ടാണ്? 3യെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ 5 കൊണ്ട് മേലിൽ 5 × 2 10. വെറും 10 അല്ല, -10 ആണ്. -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അടുത്ത സൈൻ കൊടുത്തു. പ്ലസ് ഇനി 5നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 15 കിട്ടും? 3. 5 × 3 ആണ്. ആ 3യെ അതിന്റെ ന്യൂമറേറ്റർ വെച്ചാൽ 3 × 3 9 ഒരുമിച്ചായില്ലേ. പ്ലസ് അടുത്ത ഭാഗം എടുത്ത് എഴുതി 5/6. ഓക്കെ, ഇവർ തമ്മിൽ ചെയ്തേ. പ്ലസും മൈനസും വന്നാൽ സബ്ട്രാക്ട് ചെയ്ത് വലുതിന്റെ സൈൻ. -1/15 പ്ലസ് -5/6. ഇവിടെ ഡിനോമിനേറ്റർ വ്യത്യാസം. ഡിനോമിനേറ്റർ വ്യത്യാസം വന്നാൽ നമ്മൾ എന്നാ ചെയ്യും മക്കളെ? സെയിം ആക്കാൻ വേണ്ടി നമ്മൾ LCM കാണുക. ഇവിടെ 16ഉം 15ഉം കോമൺ ആയിട്ട് ഫാക്ടർ ഉണ്ട്. ആരാ? 3യുടെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പൊ 3 × 2 66. 3 × 5 50. ഇനി ഇവരൊക്കെ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ 3 വരെ മൾട്ടിപ്ലൈ. LCM ഇതാണ്. LCM ആണ്. അപ്പൊ എത്രയാണ്? 3 × 2 6. 6 × 5 13. അപ്പൊ നമ്മുടെ പുതിയ ഡിനോമിനേറ്റർ കിട്ടിയല്ലോ 30 കേട്ടോ. 3 × 2 × 5 അങ്ങനെയാണ്. ഇനി എങ്ങനെ ചെയ്യുന്നേ? പഴയ ഡിനോമിനേറ്റർ 15 ആണ്, പുതിയത് 30. 15നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 30 കിട്ടും? 15 × 2 ആണ് 30. 2 കൊണ്ട് അവരുടെ ന്യൂമറേറ്ററിനെ -1 × 2. അപ്പൊ ആൻസർ എത്രയാണ്? 2 പ്ലസും മൈനസും കൂടെ ഉണ്ട് -2. സൈൻ പ്ലസ് 6നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 30 കിട്ടും? 5. ആ 5 കൊണ്ട് ഇവിടെ 5 × 5 25. സൈൻ എന്നാ മക്കളെ? -5 × 5. പ്ലസും മൈനസും കൂടെ വന്നാ ഓക്കെ, 2 മൈനസ് വന്നു ആഡ് ചെയ്യും. 27/30 അല്ലേ? 2 മൈനസ് വന്നാൽ എന്ത് ചെയ്യും? ആഡ് ചെയ്തിട്ട് -ആയി. ഇത് 3യുടെ മൾട്ടിപ്പിൾസ് അല്ലേ? അപ്പൊ നമുക്ക് എന്നാ എഴുതാം? മുമ്പത്തെ ആൻസർ ഫസ്റ്റ് ചെയ്തപ്പോഴും -9/10 ആണ്, ഇപ്പോഴും -9/10. അപ്പം ഇങ്ങനെ 2 രീതിയിൽ അസോസിയേറ്റ് ചെയ്താലും സെയിം ആണ്. അപ്പം നമ്മൾ എന്നാ എഴുതും? റാഷണൽ നമ്പേഴ്സ് under addition is associative എന്ന് നമുക്ക് എഴുതാം. മനസ്സിലായില്ലേ മക്കളെ? ഓക്കെ, നമുക്കപ്പോൾ ഇനിയും സബ്ട്രാക്ഷനോട് നോക്കാനുണ്ട്. അത് അടുത്ത വീഡിയോ നോക്കാം. ലോങ് വീഡിയോ ആയിപ്പോയി. അപ്പോൾ അഡീഷൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോൾ, അതായത് നിങ്ങൾ ഈ LCM ഒക്കെ എടുക്കുന്ന കാര്യം പറഞ്ഞു വന്നപ്പോൾ ഇച്ചിരി ലോങ് ആയിപ്പോയി. അതുകൊണ്ടാണ്. അപ്പം ഇത് കാണുക, എങ്ങനെയാണ് അസോസിയേറ്റ് ചെയ്ത് ആഡ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? അപ്പം ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ആണ്. ഇത് കഴിഞ്ഞ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു തുടക്കമാണ്, സാമ്പിൾ വെടിക്കെട്ടാണിത് കേട്ടോ. ഓക്കെ മക്കളെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിപ്പോഴും പറയുന്ന പോലെ ഇത് ചെയ്ത് നോക്കണം കേട്ടോ. തന്നെത്താനും ചെയ്ത് നോക്കണം. തെറ്റട്ടെന്നേ, നിങ്ങൾ തെറ്റില്ലേ നമ്മൾ പഠിക്കുന്നത്. എല്ലാം ശരിയാക്കാനാണ് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. തെറ്റട്ടെ, എന്നിട്ട് നിങ്ങൾ ശരിയാക്കും. അത് തെറ്റിയെന്ന് പറഞ്ഞോണ്ട് ഇട്ടിട്ട് പോകല്ലേ. തെറ്റിയെന്ന് പറഞ്ഞ് നോക്കണം എവിടെ തെറ്റിയെന്ന്. അപ്പം അത് ശരിയാകും പിന്നെ. ഓക്കെ മക്കളെ, താങ്ക് യു.